എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ആ വലിയ യോദ്ധാവായ അർജുനൻ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് വീണുപോവുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ആ വിഷാദത്തിന് കാരണം? അതെങ്ങനെയാണ് അദ്ദേഹത്തെ ബാധിച്ചത്? ഈ കാര്യങ്ങൾ പറയുന്ന കുറച്ച് ശ്ലോകങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം. അപ്പോൾ നമുക്ക് ആ രംഗം ഒന്ന് മനസ്സിൽ കാണാം. കുരുക്ഷേത്ര യുദ്ധഭൂമി. രണ്ട് സൈന്യങ്ങളും നേർക്കുനേർ നിൽക്കുന്നു. യുദ്ധം തുടങ്ങാൻ പോകുന്നു. ആകെ ഒരു ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷം. ഈ സമയത്താണ് അർജുനൻ തന്റെ സാരഥിയായ കൃഷ്ണനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. കൃഷ്ണ, ഈ രഥം രണ്ട് സൈന്യങ്ങളുടെയും നടുവിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് കാണണം ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ കൃഷ്ണൻ രഥം നടുവിൽ നിർത്തി. അപ്പോ അർജുനൻ അവിടെ എന്താണ് കാണുന്നത്? അതാണ് 1-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തത്രാപശസ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീം സധ സ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി 26. ഈ ശ്ലോകത്തിൽ പറയുന്നതെന്താണെന്ന് വെച്ചാൽ അർജുനൻ അവിടെ കണ്ടത് ശത്രുക്കളെ ആയിരുന്നില്ല, മറിച്ച് സ്വന്തം ആളുകളെയായിരുന്നു. ചിന്തിച്ചു നോക്കൂ, അച്ഛന്മാർ, ഭീഷ്മരെപ്പോലുള്ള മുത്തച്ഛന്മാർ, തന്നെ അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യരെപ്പോലുള്ള ഗുരുക്കന്മാർ, അമ്മാവന്മാർ, ദുര്യോധനനടക്കമുള്ള സഹോദരങ്ങൾ. അതും പോരാഞ്ഞ് സ്വന്തം മക്കളെയും പേരക്കുട്ടികളെയും സുഹൃത്തുക്കളെയും വരെ അദ്ദേഹം ആ യുദ്ധക്കളത്തിൽ കണ്ടു. യുദ്ധത്തിന്റെ യഥാർത്ഥ ഭീകരത അവിടെയാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. അപ്പൊ ഈ കാഴ്ചയുണ്ടല്ലോ, അത് അർജുനനെ ആകെ ഉലച്ചു കളഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന ആ യുദ്ധവീര്യമൊക്കെ എങ്ങോട്ടോ പോയി. അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു കാരുണ്യം നിറയുകയാണ്. അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകം. 1-ാം അധ്യായം 27-ാമത്തെ ശ്ലോകം. താൻ സമീക്ഷ്യ സ കൗന്തേയ സർവാൻ ബന്ധോനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്യതമബ്രവീത് 27. അതായത് കുന്തിയുടെ പുത്രനായ അർജുനൻ തന്റെ ബന്ധുക്കളെയെല്ലാം യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു ദയ നിറഞ്ഞു. യുദ്ധം ചെയ്യാനുള്ള ആവേശമൊക്കെ പോയി. പകരം ഹൃദയം നിറയെ സങ്കടം. തന്റെ സ്വന്തം ആളുകളെയാണല്ലോ താൻ കൊല്ലാൻ പോകുന്നത് ഇന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അപ്പോ മനസ്സിൽ തോന്നുന്ന ഈ വിഷമം പതിയെ ശരീരത്തെയും ബാധിക്കാൻ തുടങ്ങി. മനസ്സിന്റെ ഭാരം ശരീരം എങ്ങനെയാണ് ഏറ്റുവാങ്ങുന്നത് എന്ന് നോക്കാം നമുക്ക്. ഇവിടെ മുതലാണ് അർജുനൻ കൃഷ്ണനോട് സംസാരിച്ചു തുടങ്ങുന്നത്. 1-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീധന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി 28. അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, യുദ്ധം ചെയ്യാൻ വന്ന എന്റെ സ്വന്തം ആളുകളെ കണ്ടിട്ട് എന്റെ ശരീരം തളർന്നുപോകുന്നു, എന്റെ തൊണ്ട വരളുന്നു. കണ്ടില്ലേ, ആ മാനസിക സംഘർഷത്തിന്റെ ആദ്യത്തെ ശാരീരിക ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങി. അത് അവിടം കൊണ്ടും തീരുന്നില്ല. അടുത്ത ശ്ലോകത്തിൽ അത് കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. 1-ാം അധ്യായം 29-ാമത്തെ ശ്ലോകം. വേഭതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ 29. അദ്ദേഹം പറയുകയാണ്, എന്റെ ശരീരം വിറയ്ക്കുന്നു, രോമം എഴുന്നേൽക്കുന്നു, ദേഹം മുഴുവൻ ഒരുതരം ചുട്ടുപുള്ളൽ പോലെ തോന്നുന്നു. ഒന്നോർക്കണം, ഈ ലക്ഷണങ്ങളൊന്നും ഒരു ഭക്തനുണ്ടാകുന്ന ആനന്ദത്തിൻ്റേതല്ല. ഇത് തികച്ചും ഭൗതികമായ ഭയത്തിൽ നിന്നും എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന തോന്നലിൽ നിന്നും വരുന്നതാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുന്നത്. ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത്, എന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം വഴുതിപ്പോകുന്നു. ലോകപ്രസിദ്ധനായ ആ വില്ലാളിവീരന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ അഭിമാനമായ ആ വില്ല് താഴെ വീഴുകയാണ്. അതിനർത്ഥം അദ്ദേഹത്തിന്റെ മനോബലം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. വില്ല് പിടിക്കാൻ പോലുമുള്ള ശക്തി അദ്ദേഹത്തിനില്ലാതായി. ഇനി ആ തകർച്ചയുടെ പൂർണ്ണരൂപം അടുത്ത ശ്ലോകത്തിൽ കാണാം. 1-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം. നച ശക്രോമ്യവസ്ഥാതും ഭ്രമതീവച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ 30. അദ്ദേഹം പറയുന്നു, എനിക്കിവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ മനസ്സ് കറങ്ങുന്നതുപോലെ തോന്നുന്നു. ചിന്തിക്കാനുള്ള കഴിവുപോലും നഷ്ടപ്പെട്ടു. കേശവ, ഞാൻ ചുറ്റും കാണുന്നത് മുഴുവൻ ദുശ്ശഗുണങ്ങളാണ്. അത്രത്തോളം അദ്ദേഹം മാനസികമായി തകർന്നുപോയി. ശരി, അപ്പൊ ഇത്രയും വലിയൊരു യോദ്ധാവ് ഇങ്ങനെ തകർന്നു പോകാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? എന്താണ് ഈ വിഷാദത്തിന് പിന്നിൽ? അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ: ഭൗതികമായ ആസക്തി, അതായത് ലൗകിക കാര്യങ്ങളോടുള്ള അമിതമായ അടുപ്പം. ഇവിടെ അർജുനന്റെ പ്രശ്നം തന്റെ ബന്ധുക്കളോടുള്ള സ്നേഹമാണ്. ഇവരെല്ലാം എന്റെ ആളുകളാണ് എന്ന ചിന്ത ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട തന്റെ കടമയെക്കുറിച്ചുപോലും അദ്ദേഹത്തെ മറപ്പിച്ചു. വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിന് പകരം അത് തന്റെ വ്യക്തിപരമായ നഷ്ടമായി മാത്രം അദ്ദേഹത്തിന് തോന്നി. ഇതൊന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറില്ലേ?
നമ്മൾ ചെയ്യേണ്ട ശരിയായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ചില ഇഷ്ടങ്ങളും ബന്ധങ്ങളും നമ്മളെ പിന്നോട്ട് വലിക്കാറുണ്ടോ? അർജുനന്റെ ഈ അവസ്ഥയിൽ നിന്നും നമുക്കും ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇതുവരെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. ജ്ഞാനകോശ് ഒരു ബഹുഭാഷാ ചാനലാണ്. ഞങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ആത്മീയമായ അറിവുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ ഭാഷകൾ ഉടൻ തന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സനാതനധർമ്മത്തിലെ അമൂല്യമായ അറിവുകൾ വളരെ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ചാനലിൽ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ലളിതാ സഹസ്രനാമം, ദൈവത്തിന്റെ കൂരൽ, നാരായണീയം, മഹാരാഷ്ട്രയിലെയും ബംഗാളിലെയും മഹത്തുക്കളുടെ ജീവിതകഥകൾ, പിന്നെ ആദിശങ്കരന്റെ ദിവ്യമായ അവതാരകഥ, ഇതെല്ലാം പല ഭാഷകളിൽ നിങ്ങൾക്ക് ദിവസവും കാണാൻ സാധിക്കും. ഞങ്ങളുടെ ഈ എളിയ ശ്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജ്ഞാനകോശ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സനാതനധർമ്മത്തിന്റെ ഈ ദീപം കെടാതെ സൂക്ഷിക്കാം.